ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് 2 EMI HDFC ഈടാക്കി. അപ്പോൾ ഒരെണ്ണം മൈനസ് ഇട്ടേക്കുമായിരുന്നു. അത് ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം അവരെന്നെ കോൺടാക്ട് ചെയ്ത് അത് ഉടനെ തന്നെ റിസോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ട്വിറ്ററിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ ഇന്ന് എനിക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് തന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ നടക്കാത്തൊരു കാര്യം പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ HDFC ബാങ്ക് ആയാലും HDFC ബാങ്കിൽ ഇതുപോലെ ഒരുപാട് സാധാരണക്കാർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അവർ മൾട്ടിപ്പിൾ EMIസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈടാക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഞാനിത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് അതിൻ്റെ പ്രൂഫും കൊണ്ടുപോയതുകൊണ്ട് എനിക്കിത് കറക്റ്റാക്കി തന്നു. ഇപ്പോൾ -8,000 എൻ്റെ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ഞാൻ അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം, ആ എമൗണ്ട് അവർ അപ്ഡേറ്റ് ആക്കി തന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതലും എൻ്റെ ചാനലിൽ കൺസ്യൂമർ റിലേറ്റഡ് പ്രോബ്ലംസിനുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് വേറെ വിസ പരിപാടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കൊടുത്ത് അത് റിട്ടേൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ അതിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ എൻ്റെ ചാനലിലും പേജസിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കൂടുതൽ വീഡിയോസും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന തട്ടിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടുതൽ വീഡിയോസുമായി ഞാൻ വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഒരു ബാക്കി വീഡിയോ ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നത്. അതും കൂടെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.